ഇന്ന് രാവിലെ തന്നെ കേട്ടൊരു വാർത്തയാണ്. മലപ്പുറത്ത് നിന്നാണ് നടന്നപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഒരു നവജാത ശിശുവിനെ ആശുപത്രിയിലെ ബാത്റൂമിലെ ബാസ്ക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പ്രതിയെ കയ്യോടെ പൊക്കിയപ്പോൾ പറഞ്ഞത് അവിഹിത ബന്ധത്തിലുണ്ടായ കുഞ്ഞായതുകൊണ്ട് നാലാൾ അറിഞ്ഞ മോശം വിചാരിച്ചുകൊണ്ട് ഒഴിവാക്കിയാണ്. എടി പിശാച്, ആ പിഞ്ചു കുഞ്ഞിനെ എന്തിനു കൊന്നു കളഞ്ഞതാ? ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? തെറ്റ് ചെയ്തത് നീയല്ലേ ചാവേണ്ടത്. ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് അതിനെ നീ കൊന്നു കളഞ്ഞത്? ആ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോയപ്പോൾ ഇല്ലാത്ത നാണം മാനം എനിക്ക് ഇപ്പൊ ഇവിടുന്ന് വന്നു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്നിട്ട് എന്ത് ലാഭം കിട്ടിയത്? നീ എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചില്ലേ? നാലാൾ അറിഞ്ഞില്ലേ? ഈ ഐഡിയക്ക് എനിക്ക് ആരാ പറഞ്ഞത്? ആ കുഞ്ഞിന്റെ തന്ത എന്ന് പറയുന്ന ആ ചെറ്റ പറഞ്ഞോ കൊന്നു കളഞ്ഞാൽ അല്ലെങ്കിൽ മോശമാണെന്ന്? അവൻ അവരെ തടി ഊരാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേ ചെറ്റ. നീയല്ലേ ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ചത്? നീയല്ലേ ചിന്തിക്കേണ്ടിയിരുന്നത്? അവിഹിത ബന്ധത്തിലൂടെ ഒരു കുഞ്ഞുണ്ടായ കുഞ്ഞിനെ കൊല്ലാനോ ഉപേക്ഷിക്കാനോ തയ്യാറാണ് ചെറ്റകളൊന്ന് മനസ്സിലാക്കി വെക്കണം. അന്വേഷണം നിങ്ങളെടുത്ത് എത്തും. നിങ്ങൾ എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചിരിക്കും. നാലാൾ അറിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വളർത്തിയാലും കൊന്നാലും ഉപേക്ഷിച്ചാലും അങ്ങനെ തന്നെ നാലാൾ അറിയും. അത് ആ കുഞ്ഞിനെ ഉണ്ടാക്കാൻ പോണതിന് മുന്നേ ചിന്തിക്കേണ്ട കാര്യമായിരുന്നു. അത് അപ്പം ചിന്തിക്കാത്തതിന്റെ ശിക്ഷ എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ പിന്നെ മാനം അഭിമാനം ഒന്നും നോക്കാതെ ആ കുഞ്ഞിനെ വളർത്താൻ നോക്കുക. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളർത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വളർത്താൻ കഴിവുള്ളവരെ കയ്യിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അമ്മത്തൊട്ടിൽ പോലത്തെ സ്ഥാപനങ്ങളുടെ അവിടെ ഏൽപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മാനസാന്തരം വരിക, അല്ലെങ്കിൽ കുറ്റബോധം തോന്നിയാൽ ആ കുഞ്ഞിനെ കാണുകയെങ്കിലും ചെയ്യാം. ഇങ്ങനെ ക്രൂരമായി കൊന്നു കളഞ്ഞാൽ ആ കൊന്ന കുറ്റബോധം മനസ്സിൽ കയറി ജീവിതകാലം മുഴുവൻ നരകിച്ച് ജീവിക്കേണ്ടി വരും. എന്ത് ലാഭമുള്ളത്? ഒരു നേരത്തെ സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ നരകിക്കുമ്പോൾ എന്ത് സുഖമായി ഉണ്ടായാലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതേപോലെ ചെയ്യുമ്പോൾ വർഷങ്ങളായി കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് എന്തോരം സങ്കടം ഉണ്ടാവും. നിങ്ങളൊക്കെ എന്നാണ് നന്നാവുക? എന്നാണ് നിങ്ങൾക്ക് ബോധം വെക്കുക? ഈ ലോകം എങ്ങോട്ടായി പോണത്?